ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. സർദീസിലെ ദൈവസഭയോട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, നീ ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഒരിക്കൽ ജീവനുണ്ടായിരുന്നു, പക്ഷെ എന്നാൽ ഇപ്പോൾ ജീവനില്ലാത്ത ഒരു ശവത്തെ പോലെ, ജീവൻ വിട്ടുപോയ ഒരു ശരീരം പോലെ ആയിരിക്കുന്നു. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവത്തെ ആരാധിച്ച ഒരു ദൈവത്തിൻ്റെ സഭയെ നോക്കി പരിശുദ്ധാത്മാവ് വളരെ ദുഃഖത്തോടെ പറയുന്നൊരനുഭവം. പ്രിയരെ, നാം അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്ന വാക്കുകൾ എങ്ങനെയാണ്? 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്ത്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണിയിരിക്കുന്നു. ഒരു ഭക്തൻ ദൈവത്തെ അറിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തൊക്കെയാണോ നമ്മൾ ഇന്ന് ഉയർത്തിക്കാണിക്കുന്നത് അതിനെയെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണി ജീവിതത്തിൽ ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കുന്നു. പക്ഷേ എന്നാൽ ഒരിക്കൽ ജീവനുണ്ടായിരുന്ന സഭ, ഒരിക്കൽ കർത്താവിൻ്റെ കയ്യിൽ നക്ഷത്രമായി തിളങ്ങിയ ദൈവസഭ ഇന്ന് ഇരുട്ട് പിടിച്ച് മരിച്ച അവസ്ഥയിൽ നാറ്റം വയ്ക്കുന്ന അനുഭവം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും അതിന് ഉത്തരവാദികളാണ്. നോക്കൂ, അപ്പോസ്തല പ്രവൃത്തികൾ നാം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ വളരെ വ്യക്തമായി പറയുന്നു, ആമേൻ, അധികാരികളുടെ പത്രം താൻ തൻ്റെ കരങ്ങളിൽ മേടിച്ചു. എന്തിനു വേണ്ടിയാണ്? ആരാധിക്കുന്ന, യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനെയോ സഹോദരിയെയോ കണ്ടാൽ അവരെ പള്ളിയിൽ നിന്ന് വലിച്ച് ഉപദ്രവിക്കുന്ന ഒരു പൗലോസിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അധികാരികളുടെ അടുക്കൽ കൊണ്ടുപോയി അവരെ വിധിക്കുവാനുള്ള കൽപ്പന, അവരെ പീഡിപ്പിക്കുവാനുള്ള കൽപ്പന, അധികാര പത്രം പൗലോസിൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ ആ അധികാരപത്രത്തിന് ഒരു വില പോലും കൊടുക്കാതെ അന്നുണ്ടായിരുന്ന റോമിലെ കൈസറോ നീറോയോ തുടങ്ങിയുള്ള ചക്രവർത്തിമാർ കൊടുത്തിരുന്ന ആ പദവിക്ക്, ആ അധികാരപത്രത്തിന് അല്പം പോലും വില കൊടുക്കാതെ യേശുവിൻ്റെ തോൾ ചുരുളാണ് രക്ഷിക്കപ്പെടുമ്പോൾ, ആത്മാക്കളെ നേടുമ്പോൾ, ആത്മാക്കളെ നേടിയതിൻ്റെ പേരിൽ പൗലോസ് ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ തൻ്റെ ശിഷ്യനാകുന്ന തിമോഥെയോസിനോട് പറയുന്നത്, നീ വരുമ്പോൾ എൻ്റെ അധികാരികൾ എനിക്ക് നൽകിയ അധികാരപത്രത്തെ അല്ല ചോദിക്കുന്നത്, തോൾ ചുരുളാണ് ചോദിക്കുന്നത്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പൗലോസിൻ്റെ കരങ്ങളിലല്ലാതെ മറ്റാരുടെയും കരങ്ങളിൽ തോൾ ചുരുൾ ഇല്ലായിരുന്നു. അത്രയും സമ്പാദ്യം കൊടുത്തു വേണം, ധനം കൊടുത്തു വേണം ഈ തോൾ ചുരുൾ കരസ്ഥമാക്കാൻ. സാമ്പത്തികമായി ഉന്നതിയിൽ നിന്ന്, വിദ്യാഭ്യാസപരമായി ഗമാലിയൻ്റെ കാൽപാദത്തിലിരുന്ന് പഠിച്ച ആ ശക്തനായ ദൈവത്തിൻ്റെ ഭൃത്യൻ താൻ നമ്മൾ ഇന്ന് വലുതെന്നും മഹത്വമെന്നും പറയുന്നതിനെ ചപ്പും ചവറുമായി കണ്ടുകൊണ്ട് അധികാരപത്രത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ തോൾ ചുരുൾ കരസ്ഥമാക്കി. നമ്മൾ ഇന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ തരുന്നതിനെ ഷോക്കേസിൽ വയ്ക്കും. നമ്മുടെ ഉള്ളിലും നമ്മുടെ കയ്യിലും വേദപുസ്തകം നഷ്ടമാകുന്നു. പക്ഷെ ഒരു യഥാർത്ഥ ഭക്തൻ്റെ ജീവിതം നാം നോക്കുമ്പോൾ അധികാരികൾ കൊടുത്ത അധികാരപത്രത്തെ എടുത്ത് വിലയില്ലാത്തതായി മാറ്റിയിട്ട്
തോൽ ചുരുൾ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ പോലും എനിക്ക് കാണണം, എനിക്ക് വായിക്കണം, എനിക്ക് ധ്യാനിക്കണം എന്നാഗ്രഹിക്കുന്നൊരു ഭക്തൻ. നോക്കൂ, നമ്മൾ എന്തുമാത്രം മരിച്ചവരാണ് എന്ന് നമുക്ക് നമ്മെ തന്നെ വിധി എഴുതുവാൻ, ആമേൻ, ദൈവസന്നിധിയിൽ ഒന്ന് വിലയിരുത്തുവാൻ തേണ്ട സമയമാണ്. നാം എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? എന്തിനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്? എൻ്റെ അടുത്ത അയൽവാസി, എൻ്റെ കൂട്ടു സഹോദരൻ എന്ത് ആമേൻ നേടിയോ അതിനേക്കാൾ ഉപരി നേടുവാൻ, എവിടെ എത്തിച്ചേർന്നോ അതിനപ്പുറം എത്തിച്ചേരാൻ നാം ഇന്നും അങ്ങനൊരു മനോഭാവത്തിലാണ് പോകുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ദർശനത്തെ തെറ്റിച്ചവരായി, ദൈവിക വിളി തെറ്റിയവരായി, ദൈവിക വെളിപ്പാടിനെ പരിഗണിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയെ കാലുകൊണ്ട് തട്ടിക്കളഞ്ഞുകൊണ്ട് ഒരു വിലയും കൊടുക്കാത്തവരായി നാം മാറുന്നു എങ്കിൽ ഓർക്കുക, നമ്മെ നോക്കി ദൈവം വിളിക്കുന്ന വിളി, നീ ജീവനുള്ളവനായിരുന്നു, റൈറ്റ് നൗ യു ആർ ഡെഡ്. ഇപ്പോൾ നീ മരിച്ചവനാണ്. അധികാരപത്രം ഏറ്റുവാങ്ങി ജനത്തെ ഉപദ്രവിക്കുവാൻ, ദൈവജനത്തെ ഉപദ്രവിക്കുവാൻ വരുന്ന പൗലോസ് കാണുന്ന കാഴ്ച, ദമസ്കോസിൻ്റെ എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് കാണുന്ന കാഴ്ച ഒരു ശബ്ദമാണ്, യേശുവിൻ്റെ ശബ്ദം. നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന യേശു. മറ്റൊന്നും കാണാൻ ആഗ്രഹിക്കാത്ത, മറ്റൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, നമ്മൾ എന്ത് കാണുന്നുവോ എന്ത് കേൾക്കുന്നുവോ അതെല്ലാം പൗലോസ് യേശുവിനെ കണ്ടപ്പോൾ വിട്ടു. നാം യേശുവിനെ കണ്ട ശേഷം എന്തിനെയെല്ലാം വാരിപ്പുണരുന്നു അത് നമ്മളെ ജീവൻ നഷ്ടപ്പെടുത്തും. ദൈവികമല്ലാത്തതെല്ലാം വാരിപ്പുണരുമ്പോൾ നാം അറിയാതെയെങ്കിലും വാരിപ്പുണരുന്ന എല്ലാം നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ആത്മീയ ജീവനെ നഷ്ടപ്പെടുത്തുന്നതാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ അതിനെ നിർത്തുക, പരിശുദ്ധാത്മാവിലേക്ക് തിരിയുക, അനുതപിക്കുക. പശ്ചാത്താപ ഹൃദയത്തോടെ നമുക്കൊരുമിച്ച് ആ ദൈവപാദപീഠത്തിലേക്ക് വന്നു പറയാം, ലോർഡ് ചേഞ്ച് മീ, എന്നെ ഒന്ന് മാറ്റണമേ. അങ്ങയുടെ രൂപമുള്ള, അങ്ങയുടെ ഗുണമുള്ള, അങ്ങയുടെ ഭാവമുള്ള ഒരു ദാസിയായി, ദാസനായി, കുഞ്ഞായി ദൈവമേ എനിക്ക് മാറണം. അതേ പ്രിയരെ, ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.